ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. തിരുവാറന്മുളനാഥൻ 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 ഗുരുവായി വന്നരുളേണം. നമസ്തേ. ഇന്ന് തിരുവോണം. എല്ലാ മലയാളികൾക്കും എൻ്റെ തിരുവോണാശംസകൾ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവും പരബ്രഹ്മവുമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഈ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഈ മുഖ്യപ്രതിഷ്ഠ. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളതും ആറന്മുള തന്നെയാണ്. പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ മഹാക്ഷേത്രം. തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പങ്ങളിലാണ് ഈ 6 അടിയിലധികം ഉയരം വരുന്ന ഈ ഭഗവത് വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ശബരിമലയിൽ ചാർത്താറുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പാണ്ഡവരിൽ ഒരാളായ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. യുദ്ധത്തിൽ നിരായുധനായ കർണനെ കൊല്ലുന്നതിൽ പാപം തീർക്കുവാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസം. എന്നാൽ മറ്റൊരു ഐതിഹ്യം ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്കടുത്തുള്ള നിലയ്ക്കലാണെന്നും അവിടെ നിന്ന് വിഗ്രഹം പിന്നീട് ആറന്മുളയ്ക്ക് കൊണ്ടുവന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 6 മുള കഷ്ണങ്ങൾ കൊണ്ടുള്ള ഒരു ചങ്ങാടത്തിലാണ് ഭഗവാനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആറന്മുള എന്ന പേര് വന്നത്. സങ്കല്പം പാർത്ഥസാരഥിയുടെ ആണെങ്കിലും വിഗ്രഹത്തിൽ 4 കൈകളുണ്ട്. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖും താഴെ ഇടം കൈയിൽ ഗദയും വലം കൈയിൽ താമരപ്പൂവുമാണ് ഉള്ളത്. പാർശ്വത്തിൽ ഭൂമിദേവിയും ലക്ഷ്മിദേവിയും ഭഗവാനെ പരിസേവിക്കുന്നു. ആ തരത്തിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെ സർവ്വലക്ഷണങ്ങളും ഒത്ത ഒരു മനോഹരമായ വിഗ്രഹമാണ് ഇവിടുത്തേത്. വേറൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്രട്ടാതി വള്ളംകളി. ഈ വള്ളംകളിയിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. 52 പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും സമൂഹ സദ്യയിൽ പങ്കെടുക്കൊള്ളുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. കൗതുകമുണർത്തുന്നതും പുതുമ നഷ്ടപ്പെടുന്നതുമായ നിരവധി ചടങ്ങുകൾ ആറന്മുള വള്ളം സദ്യയുടെ ഭാഗമാണ്. ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തുന്നവർ
നടത്തുവാൻ ആദ്യം പള്ളിയോടക്കരയിൽ നിന്നുള്ള അനുവാദം മേടിക്കലാണ് ആദ്യപടി. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. വള്ളസദ്യയുടെ ദിവസം വഴിപാട് നേർന്നയാൾ രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ 2 നിറപറ സമർപ്പിക്കണം. ഒന്ന് ഭഗവാനും അടുത്തത് പള്ളിയോടത്തിനും എന്ന സങ്കല്പത്തിലാണ് 2 പറകൾ സമർപ്പിക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് നൽകുന്ന മാലയും വെറ്റിലയും പാക്കുമായി അതത് പള്ളിയോടം കടവിലെത്തി പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് യാത്ര അയക്കണം. വഴിപാട് നടത്തുന്നവർ കരമാർഗം ക്ഷേത്രത്തിലെത്തണം. പമ്പാ നദിയിലൂടെ വഞ്ചിപ്പാട്ട് പാടിയെത്തുന്ന പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ വള്ളത്തെ വാദ്യമേളങ്ങൾ, വിളക്ക്, താലപ്പൊലി, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ സ്വീകരിക്കും. തുടർന്ന് വള്ളക്കാർ പ്രദക്ഷിണം വെച്ച ശേഷം വള്ളക്കാർ കൊടിമര ചുവട്ടിലേക്ക് പോകും. അവിടെ പറ വച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി മുത്തുക്കുടയും ഒരു തുഴയും ആറന്മുള തേവർക്ക് സമർപ്പിച്ച് ഊട്ടുപുരയിലേക്ക് പോകും. ഇനിയാണ് കൗതുകരമായ ചടങ്ങുകൾ തുടങ്ങുന്നത്. വള്ളസദ്യയ്ക്ക് ഓരോ വിഭവവും പാട്ടിലൂടെ ചോദിച്ച് മേടിക്കുകയാണ് വള്ളക്കാർ ചെയ്യുന്നത്. ചോദിക്കുന്ന വിഭവങ്ങൾ ഇല്ല എന്ന് പറയാതെ വഴിപാടുകാർ അതെല്ലാം വിളമ്പുകയും ചെയ്യണം. 63 ഇനം കറികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ സദ്യയാണ് ആറന്മുള സദ്യയ്ക്ക് വിളമ്പുന്നത്. മാത്രമല്ല വള്ളസദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും ഓരോ ക്രമവും ഉണ്ട്. തൊട്ടുകൂട്ടുന്ന കറികൾ, കൂട്ടുകറികൾ, ചാറുകറികൾ എന്നിങ്ങനെ 3 വിഭാഗമാണ് കറികൾ. സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞ് പായസം വിളമ്പുന്ന രീതിയും ഇവിടെയുണ്ട്. അച്ചാറിൽ കടുമാങ്ങ, ഉപ്പുമാങ്ങ, നാരങ്ങ, അമ്പഴങ്ങ, ഇഞ്ചി, നെല്ലിക്ക, പുളിയിഞ്ചി എന്നിവയും, ഉപ്പേരിയിൽ കായ വറുത്തത്, ചക്ക ഉപ്പേരി, ശർക്കര വരട്ടി, ഉഴുന്നുവട, എള്ളുണ്ട, ഉണ്ണിയപ്പം എന്നിവയും, കൂട്ടുകറിയിൽ അവിയൽ, ഓലൻ, പച്ചരിശ്ശേരി, വറുത്ത എരിശ്ശേരി, മാമ്പഴപ്പച്ചടി, കൂട്ടുകറി എന്നിവയും, തൊടുകറിയിൽ തൈര്, കിച്ചടി, ചമ്മന്തിപ്പൊടി, തകരത്തോരൻ, ചീരത്തോരൻ, ചക്കത്തോരൻ എന്നിവയും, മെഴുക്കുപുരട്ടിയിൽ കൂർക്ക മെഴുക്കും, പുരട്ടി, കോവയ്ക്ക മെഴുക്കുപുരട്ടി, ചേന മെഴുക്കുപുരട്ടി, പയറുകു മെഴുക്കുപുരട്ടി എന്നിവയും ഉണ്ടാവും. ഒഴിച്ചുകറിയിൽ നെയ്യ്, പരിപ്പ്, സാമ്പാർ, കാളൻ, പുളിശ്ശേരി, പാളത്തൈര്, രസം, മോര് എന്നിവയും ഉണ്ടാകുന്നു. പായസത്തിൽ അമ്പലപ്പുഴ പാൽപ്പായസം, പാലട, കടലപ്പായസം, ശർക്കര പായസം, അറുനാഴി പായസം എന്നിവയും കൂടാതെ പുത്തരിച്ചോറ്, പപ്പടം വലിയത്, പപ്പടം ചെറിയത്, പൂവൻപഴം, അട, ഉപ്പ്, ഉണ്ടശർക്കര, കൽക്കണ്ടം, പഞ്ചസാര, മലർ, മുന്തിരിങ്ങ, കരിമ്പ്, തേൻ എന്നിവയും ഉണ്ടാകും. സദ്യ കഴിച്ച ശേഷം വള്ളക്കാർ തിരികെ കൊടിമര ചുവട്ടിലേക്ക് വന്ന് ഭഗവാനെ തൊഴും. ശേഷം നേരത്തെ നിറച്ചു വച്ചിരിക്കുന്ന പറ മറിക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് വഴിപാടുകാരെ അനുഗ്രഹിച്ച ശേഷം പള്ളിയോടക്കാർ മടങ്ങുന്നതോടുകൂടി വള്ളസദ്യ ചടങ്ങുകൾക്ക് സമാപനമാകും. എത്ര അകലെയാണെങ്കിലും മലയാളത്തിന്റെ തനിമ എന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. കളിയും ചിരിയും ആർപ്പുവിളികളുമായി ഈ തിരുവോണം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ തിരുവോണ നാളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും നേരുന്നു. ഏവർക്കും തിരുവോണ ആശംസകൾ ഒന്നുകൂടി നേരുന്നു.